ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. വൈകുന്നേരം സമയമാണ് ഇപ്പോൾ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ആശുപത്രി വന്നാലും നിനക്ക് ഇതിന് മാത്രം ഒരു കുറവില്ലല്ലോ എന്നാണ് എൻ്റെ അമ്മ എന്നോട് പറയുന്നത്. ഉറക്കത്തിനല്ല ഗൈസ്, ഓർഡർ നമ്മൾ വീട്ടിൽ ഇരുന്നാലും ഫ്ലിപ്കാർട്ട്, ആമസോൺ സാധനത്തിൻ്റെ എല്ലാ ദിവസവും അവരുടെ ഒരു പ്രൊഡക്റ്റ് എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കണി കൊണ്ട് ഉണർന്നില്ലെങ്കിൽ എനിക്ക് ആ ദിവസം സ്റ്റാർട്ട് ആവാത്ത പോലെയാണ്. ഇപ്പം വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ആയിട്ടും ഇവിടെ എനിക്ക് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കാര്യത്തിൽ മാത്രം യാതൊരു മാറ്റവും ഇല്ല എന്നാണ് എൻ്റെ മമ്മി പറയുന്നത്. അപ്പം ഇന്നും നമുക്ക് 2 കൊറിയർ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. മമ്മി എന്നെ നോക്കിയിരിക്കുകയാണ് ഗൈസ്. ഇവളെ കൊണ്ട് ഞാൻ അങ്ങ് തോറ്റെൻ്റെ കൃഷ്ണ എന്നുള്ള വട്ടാണ് ഇവിടെ ഒരാൾക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അൺബോക്സിങ് വീഡിയോ പോകാം. നല്ല ഫസ്റ്റ് നമ്മൾ 2 പ്രൊഡക്റ്റാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഇത് ഒരു വൈറ്റ് കളർ ഷീറ്റുള്ള ഈ പാക്ക് ഞാൻ പൊട്ടിക്കുകയാണ്. ഓരോ പാക്കും പൊതിഞ്ഞയക്കുന്ന ഓരോ ആൾക്കാരുടെ ഇതുണ്ടല്ലോ. ഇതെന്നാണെന്ന് അറിയാമോ? മൗസ് പാഡ്. മൗസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇവിടെ ഞാൻ ഓരോ പേപ്പറും അതും ഇതൊക്കെ എടുത്തിട്ട് അതിൻ്റെ പുറത്തായിരുന്നു വെക്കുന്നത്, മറ്റേ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു ലയൻ്റെ മൗസ് വെക്കളാ മമ്മി. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പ്രോഡക്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. വേണ്ട ഇങ്ങനെയൊക്കെ പിടിച്ചാലും എടുത്താലും ഒന്നും ഒരു കുഴപ്പമില്ല. അടിപൊളി സെറ്റ് സംഭവമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ റേറ്റോ പ്രൈസോ ഒന്നും ആയിട്ടില്ല. അതുപോലെ വേറൊരു സൈറ്റ് ഞാൻ കണ്ടു, നല്ല നല്ല അടിപൊളി സാധനങ്ങൾ ചെറിയ പ്രൈസിൽ കിട്ടുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഇതുവഴി പൊട്ടിക്കണം. ഇങ്ങനെയാണോ മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങനെ പൊട്ടിക്കണം. ഓക്കെ ഗായ്സ്, അടുത്ത ഒരു ഇങ്ങനത്തെ ബോക്സാണ്. ഒരു റോളായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. ഇതിലൂടെ എന്താണ് ഉണ്ട്? ഇത് അവരുടെ ഒരു കാർഡ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കൂടെ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് പൊട്ടിക്കാം. ഇതെന്താണെന്നറിയാമോ? ലാപ്ടോപ്പിൻ്റെ കീബോർഡിൽ ഒട്ടിക്കുന്ന ആ ഒരു ഷീറ്റാണ്. മറ്റേ പൊടിയും ഡസ്റ്റും അല്ലാതെ ഇതുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടിക്കുന്ന ഒരു കവർ ഷീറ്റാണ്. ഇത് വളരെ തിന്നാണ്. ഈ പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതിങ്ങനെ ഇളക്കുക, അതിലോട്ടങ്ങ് ഒട്ടിക്കുക. ഒരു വാട്ടർ പ്രൂഫ് പോലത്തെ സാധനമാണ്. ഞാനതെന്നാ കൈയോടെ ഒട്ടിച്ച് നോക്കാം. പക്ഷെ ഗൈസ് ഇതിനകത്ത് എനിക്ക് ചെറിയ പറ്റുമെന്ന് അറിയത്തില്ല ഗൈസ്. എൻ്റെ കീബോർഡിൽ എല്ലാം ഇതിനുള്ളിലല്ല ഗൈസ്, എല്ലാം കുറച്ച് സംഭവങ്ങൾ പുറത്താണ്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും? ആകെ ഇത് ഇത്രേ ഉള്ളു. കുഴപ്പമില്ല, ഉള്ളതുപോലെ ഒട്ടിക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ 2 പ്രോഡക്റ്റ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ്. നല്ല ഭയങ്കര തിന്നായിട്ടുള്ളൊരു സാധനം. അതുകൊണ്ട് ഇത് ഭയങ്കര തിന്നായിട്ടുള്ള സാധനം നമ്മളങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടോ? അപ്പോൾ ഗൈസ് ഇതിൻ്റെ ലിങ്ക് വേണ്ടവരുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അവർക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ.